വർഷത്തെ ആദ്യത്തെ ചക്കയാണ് ഈ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. കോടാലി വെച്ചിട്ടാണ് വെട്ടുന്നത്, വിറകൊക്കെ പൊളിക്കുന്നത് പോലെ. ഇവിടെ സാധാരണയായിട്ട് കോടാലിയാണ് ചക്ക വെട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. വാക്കത്തിയും യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ ഇത് വലിയൊരു ചക്ക ആയതുകൊണ്ടാണ് കോടാലി യൂസ് ചെയ്തത്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് പുറത്തേക്ക് എത്തിയപ്പോഴാണ് ഈ ഒരു സീൻ കണ്ടത്. അപ്പോൾ പിന്നെ ഒന്ന് ഷൂട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് എന്തായാലും വീട്ടിൽ ചക്കപ്പുഴുക്കാണ്. ഏകദേശം സന്ധ്യാസമയത്താണ് ഈ ഒരു ചക്ക കൊണ്ടുവരുന്നത്, ഒരു 5 മണി 5:30 സമയത്ത്. അപ്പം അമ്മ അതൊക്കെ വെട്ടിയെടുത്ത് കുറച്ചൊക്കെ കഴിക്കാനും എടുക്കും, കുറച്ചൊക്കെ വെട്ടിയെടുത്ത് പാത്രത്തിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിലും പച്ചച്ചക്കയാണ് കഴിക്കാൻ ഇഷ്ടം. ചക്കപ്പുഴുക്ക് എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അച്ഛനും കൂടി വന്നു. പിന്നെ അച്ഛനും അമ്മയും കൂടി ഒരുമിച്ച് ചക്കയെല്ലാം കൂടി വെട്ടിയെടുത്ത് അരിഞ്ഞെടുത്തു. പുഴുങ്ങണമെങ്കിൽ ചക്ക ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പോൾ ഇവിടെ ചക്കപ്പുഴുക്ക് വെക്കുന്നത് തേങ്ങയും അതുപോലെ ജീരകവും 2-3 കുരുമുളകും കാന്താരി മുളകും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒരു ഒതുക്കിയെടുക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. പിന്നെ ഈ പാത്രത്തിനകത്തേക്ക് ഉപ്പൊഴിച്ച് ഈ ക്രഷ് ചെയ്ത മിക്സും അതുപോലെ തന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് വയ്ക്കും. സാധാരണ ആളുകൾ കുരുമുളക് ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ നമ്മൾ പച്ചമുളകോ കാന്താരിയോ ഇതിന് ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരു 2-3 കുരുമുളകും കൂടി യൂസ് ചെയ്യുന്നത് അടിപൊളിയാണ്, പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാം കൂടി എടുത്ത് അമ്മ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. നമുക്കിനി വേവെന്ന് വരുന്ന നോക്കാം. ഇവിടെ ചക്കയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും ചക്കയാണ്. ചക്കയും ചിക്കനും ചക്കയും ബീഫും. സൺഡേസിലാണെങ്കിൽ ചക്കയും ചിക്കൻ അല്ലെങ്കിൽ ബീഫും മീനും ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ നോർമലി ചക്കയും ചമ്മന്തിയും, ചക്കയും മാങ്ങാ ചമ്മന്തി അടിപൊളിയാണ്. എൻ്റെ ഫേവറേറ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ചക്കപ്പുഴുക്കും മോരുമാണ്. പച്ച മോരും ചക്കപ്പുഴുക്കും അടിപൊളിയാണ്. നല്ല സിമ്പിളായ എന്നാൽ അടിപൊളി ടേസ്റ്റ് ഉള്ളതാണ്. അപ്പം എനിക്ക് സാധാരണ ചിക്കനോ ബീഫോ ഇല്ലെങ്കിൽ ഞാൻ ചക്കയും പച്ചമോരുമായിട്ടായിരിക്കും കഴിക്കുന്നത്. എന്തായാലും അമ്മ തന്നെ ഉണ്ടാക്കി, അമ്മ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കി, കൊള്ളാം, അടിപൊളി. അപ്പോൾ